ക്ലബ് ഓഫ് എം 104 മുന്നേറ്റില്ല. ഞാൻ RJ വിനീതാണ് നിങ്ങളോടൊപ്പം. ആൻഡ് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആരാണ്? നമുക്ക് ചെറുപ്പം മുതലേ തന്നെ അധ്യാപകരാണ്. അതെ, എന്നോടൊപ്പം വന്നിരിക്കുന്ന ഒരു അധ്യാപകനാണ്. ആൻഡ് അറിവുകൾ കിട്ടുന്നത് ഒരു അധ്യാപനത്തിലൂടെ മാത്രമല്ല, പ്രായമേറി വരുന്ന സമയത്ത് നമുക്ക് എന്തിലൂടെയാണ്? നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവുകൾ കിട്ടും. അതെ, എന്നോടൊപ്പം വന്നിരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അങ്ങനെ നമുക്ക് അറിവ് പകർന്നു തരാനായിട്ട് എല്ലാ യോഗ്യതകളുള്ള ഒരു കക്ഷി തന്നെയാണ് കേട്ടോ. കാരണം അദ്ദേഹം അധ്യാപകനാണ്, ആൻഡ് അദ്ദേഹം എഴുത്തുകാരനാണ്. സ്വഭാവവും മനോഭാവവും എന്ന രീതിയിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതോടനുബന്ധിച്ച് തന്നെ ഞാൻ എടുത്തു പറയാം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും പല കോളേജുകളിലൊക്കെ ഒരു സംവാദ സദസ്സ് അതിന് കാരണമായി തീർന്നിട്ടുണ്ട്. സ്വഭാവവും മനോഭാവവും എന്ന ആ ഒരു പുസ്തകം. ആൻഡ് ഞാൻ എത്രയും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു KK ജയരാജൻ മാസ്റ്ററിനെ. മാഷെ നമസ്കാരം. നമസ്കാരം. ഓക്കെ, മാഷ് സ്വദേശം വരുന്ന പട്ടാമ്പി അല്ലേ? സ്വദേശം പട്ടാമ്പി. ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊത്തത്തിലൊരു നെട്ടോട്ടമാണ്. ഈ ഒരു പുസ്തകം പ്രകാശനം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കും കോളുകൾ വരുന്നു. അവിടെ ഒരു സംവാദം വയ്ക്കണം മാഷെ എന്ന് പറഞ്ഞുകൊണ്ട് പല കോളേജുകൾ, പല വിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, മാഷെ ഇപ്പോൾ ആ ഒരു അധ്യാപനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ ഈ ഒരു പുസ്തകങ്ങൾ എഴുതാനൊക്കെ ആയിട്ട് തുടങ്ങിയത്? അധ്യാപനം നമ്മുടെ ഒരു പ്രൊഫഷനാണല്ലോ. അത് ഞാൻ എൻ്റെ ഒരു ജീവിതമായിട്ട് തന്നെ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു തരത്തിൽ എപ്പോഴും വിജ്ഞാനത്തോട് അടുത്ത് നിൽക്കുക, അറിവുകളോട് അടുത്ത് നിൽക്കുക. നമ്മൾ എപ്പോഴും ഈ അറിവുകളോട് നമ്മളൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിദ്യാർത്ഥികളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും നമ്മളെ എല്ലാ കാലത്തും ഒരു അധ്യാപകനായിട്ട് കാണും. ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഒരു എഴുത്തിൻ്റെ മേഖല തുടങ്ങി വെച്ചത്. കാരണം എനിക്ക് ഈ സ്കൂൾ തലത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ അധ്യാപനത്തിന്റെ രണ്ടാം ഭാവം. അതെ, അതിന്റെ ഒപ്പം ഒരു എഴുത്തുകാരൻ എന്നുള്ള മേഖല, സ്വന്തം ഒരു എഴുത്തിന്റെ ഒരു മേഖലയും കൂടി തുറന്നു. അത് അധ്യാപനത്തിന് ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്കാണ്. തീർച്ചയായിട്ടും. പക്ഷേ എന്തായാലും മാഷ് രചിച്ചിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട് അല്ലേ? ആദ്യം എഴുതിയുള്ളത് മാനവീകൃത ജനാധിപത്യം. ഇത് സമൂഹത്തിൽ കുറച്ചും കൂടി ജനാധിപത്യത്തെ കൂടുതൽ മാനവീകരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചും കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഈ മാനവീകൃത ജനാധിപത്യം. അത് കഴിഞ്ഞിട്ട് ചെറിയ കവിതകളും ചെറിയ കഥകളും ലഘു കുറിപ്പുകളായി മാനുഷം എന്നുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ മാനുഷം ശാസ്ത്രവും ദർശനവും ഒരു ആമുഖം എന്നുള്ളൊരു പുസ്തകം. അത് ആണ് ഞാനിതിൻ്റെയൊക്കെ എല്ലാ പുസ്തകത്തിൻ്റെയും ഒരു മാനുഷം എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ മുന്നോട്ട് കൊണ്ടുവരും. അതായത് ഇപ്പോൾ വ്യക്തിത്വ ഗുണങ്ങളും മനുഷ്യത്വ ഗുണങ്ങളും തമ്മിലുള്ള ഒരു സാകല്യമായിട്ട്, ഒരു സാകല്യത്തിൽ മനുഷ്യനെ നമ്മളെപ്പോഴും കാണുക. ഞാൻ എന്നെ കാണുക, ഞാൻ എൻ്റെ ചുറ്റുപാടുള്ളവരെ കാണുക, എല്ലാവരും ഈ സമൂഹത്തെ മൊത്തം കാണുക. ആ ഒരു കാഴ്ചപ്പാട്, അത്തരം ഒരു കാഴ്ചപ്പാട് ഉണ്ടായി വരുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വയം അനുഭവപ്പെടുന്നതിൻ്റെ തലത്തിൽ ഒരർത്ഥത്തിൽ അധ്യാപകനും അധ്യാപക വൃത്തിയും തമ്മിലുള്ള ആ സാകല്യത്തിൻ്റെ ആ അടിസ്ഥാനത്തിലും കൂടിയാണ് അതങ്ങനെ വരുന്നത്. അതായത് ഞാനിവിടെ അധ്യാപക വൃത്തി എന്നത് അറിവിൽ നിന്ന് വിഭിന്നമല്ല. ഞാനൊരു അധ്യാപകനാണ്, അതേസമയം ഞാൻ എല്ലാ സമയത്തും ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോഴാണല്ലോ അറിവിനോട് ആ ഒരു ആഭിമുഖ്യം ഉണ്ടാവുക. തീർച്ചയായിട്ടും അധ്യാപകനും വിദ്യാർത്ഥിയും രണ്ടല്ല. അപ്പൊ നമ്മളെപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തുടർന്ന് കേൾക്കാം ക്ലബ് ഓഫ് എം 104 മുന്നേറ്റില്ല. ഞാൻ RJ വിനീതാണ് KK ജയരാജൻ മാഷിനോടൊപ്പം. ടൺ കണക്കിന് ഫൺ.